എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം സ്റ്റോയിസിസം എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു കൺസെപ്റ്റാണ് സ്റ്റോയിസിസം. മലയാളത്തിൽ ഫൈസി സയ്യിദ് ഇബ്രാഹിമിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടേതല്ല എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുള്ളായൊരു പുസ്തകമുണ്ട് സ്റ്റോയിസിസത്തിനെ പറ്റിയിട്ട്. സ്റ്റോയിസിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മൾ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളും കൂടി നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, നമുക്ക് മനസ്സിൽ പിരിമുറുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പുസ്തകം നമ്മളോട് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും എന്തല്ല, നമ്മളുടേതല്ല എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ മാറ്റാൻ കഴിയില്ല, പക്ഷേ അതിനെ നേരിടുന്ന മനസ്സ് രൂപപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഇതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ മാറ്റാൻ കഴിയില്ല, പക്ഷേ അതിനെ നേരിടുന്ന മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, രൂപപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു കൺസെപ്റ്റാണ് സ്റ്റോയിസിസം എന്നുള്ളത്. സ്റ്റോയിസിസം ഒരു ചിന്താരീതിയാണ്. ആ ചിന്താരീതിയെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന വ്യക്തിയാണ്. അതായത് സ്റ്റോയിസിസം എന്ന് പറയുന്നത് ഒരു ചിന്താരീതിയാണ്. സ്റ്റോയിക് എന്ന് പറയുന്നത് ആ ചിന്താരീതിയെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റോയിക് എന്ന് വിളിക്കുന്നത്. സ്റ്റോയിസം പഠിപ്പിക്കുന്നു, സ്റ്റോയിക്ക് ജീവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രശ്നങ്ങൾ നമ്മളെ തേടി വരുന്നതെല്ലാം, ചില കാര്യങ്ങൾ പ്രശ്നങ്ങളാകുന്നത് നമ്മുടെ തെറ്റിദ്ധാരണകളും പ്രതികരണങ്ങളും കാരണമാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കൺട്രോളിലില്ലാതെ കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പല പ്രശ്നങ്ങളും നമ്മളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും വാസ്തവത്തിൽ നിങ്ങളുടേതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബ്യൂട്ടിഫുള്ളായ ഒരു പുസ്തകമാണ്. വികാരങ്ങളെ ഇല്ലാതാക്കുന്ന വഴിയല്ല സ്റ്റോയിസിസം, വികാരങ്ങൾക്ക് ദിശ നൽകുന്ന സമീപനമാണ് സ്റ്റോയിസിസം എന്നുള്ളത്. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സിനെ തകർക്കേണ്ടതില്ല എന്നതാണ് സ്റ്റോയിസിസം പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളും നമ്മളുടേതല്ല, പക്ഷേ നമ്മൾ ചെയ്യാറുണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പ്രശ്നങ്ങളെയും നമ്മളുടെ പ്രശ്നങ്ങളാക്കി കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അധിക പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ജീവിതം സിമ്പിളാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ചിലവർക്കൊക്കെ കാണാം, പ്രശ്നങ്ങളില്ലാത്തതാണ് അവരുടെ പ്രശ്നം എന്നുള്ളത്. ഈ മെഡിറ്റേഷൻസൊക്കെ ചെയ്യുമ്പം പലരോടും ചോദിക്കാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറയാം, അന്നേരമാണ് പല ചിന്തകളും നമ്മളിൽ കയറി വരാറ് എന്ന് പറയും. പക്ഷെ ഞാൻ ഏതൊരു പുസ്തകത്തിൽ ഈ മെഡിറ്റേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം ചിന്തകൾ കയറി വരുമ്പം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്, ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥി, നമ്മുടെ വീട്ടിലൊരു ക്ഷണിക്കാതെ ഒരു അതിഥി വന്നാൽ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അവരെത്ര കാലം നമ്മളെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും, അല്ലേ? ചിലപ്പോൾ 2-3 പ്രാവശ്യം വരും. നമ്മൾ തീരെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വരവ് കുറയും. അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻസ് ചെയ്യുമ്പം ചിന്തകളെയും നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യണം. ഒരു ചിന്തകളുടെയും ബാക്കിലും പോകാൻ പാടില്ല, അതിനെ ഓവറായിട്ട് എടുക്കാനും പാടില്ല, അതിനെ എതിർക്കാനും പാടില്ല. ഈ രണ്ട് ഇതിലും നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, മെഡിറ്റേഷൻ നല്ല സക്സസ്ഫുൾ ആകുന്നത്. അതുതന്നെയാണ് ഈ സ്റ്റോയിസിസം ഓൾമോസ്റ്റ് പറയുന്നത്. അതായത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കും. ഇപ്പം മഴ പെയ്യുമ്പോൾ പറയും, മഴ പെയ്തതിൽ എന്തൊരു പ്രശ്നം, നമുക്ക് മഴയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മഴ നമ്മളുടെ കൺട്രോളിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മഴയെ പറ്റി ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിക്കും, എങ്ങനെയാണ് ഈ മഴ കുറയുക, എങ്ങനെയാണിത് പ്രശ്നം. അത് നമ്മുടെ കൺട്രോളിനപ്പുറമാണ്. പക്ഷെ നമുക്ക് മഴയത്ത് പോകണമോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യമാണ്. മഴയത്ത് പോകുമ്പോൾ കൊടയെടുക്കണമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സ്റ്റോയിസിസം നമ്മളോട് പറയുന്നത്. അത് നമ്മളുടെ കൺട്രോളുള്ള കാര്യങ്ങൾ ചെയ്യുക. തിരഞ്ഞെടുത്ത മറുപടിയാണ് ഇമ്പോർട്ടൻ്റ്. കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പഠിച്ചാൽ പല പ്രശ്നങ്ങളും അവിടെ തന്നെ തീരും എന്നുള്ളതാണ് സ്റ്റോയിസിസം നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഫൈസി സയ്യിദ് ഇബ്രാഹിമിൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും നമ്മുടേതല്ല എന്ന് പറയുന്നത്. ചിലവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ഈ യൂണിവേഴ്സിൻ്റെ ജനറൽ മാനേജറാണോ, കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും നമ്മളുടേതാണെന്നുള്ള ഇതിലാണ്. അപ്പോൾ നമുക്ക് കൺട്രോളിലുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ വിട്ടേക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ ജീവിതം കുറേയൊക്കെ സിമ്പിളാകും. ഒരു സ്റ്റോയിക്കായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സ്റ്റോയിസിസം നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുക, പകർത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.